നമസ്കാരം. കശ്മീർ പ്രശ്നം പ്രദേശത്തെ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പാകിസ്ഥാനും ഇറാനും സമ്മതിച്ചതായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാക് സന്ദർശനത്തിനു ശേഷം ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ക്ഷണപ്രകാരം ഏപ്രിൽ 22 മുതൽ 24 വരെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാൻ സന്ദർശനം നടത്തി. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളാഹിയാനും മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. പ്രസിഡന്റ് റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശനത്തിന്റെ സമാപനത്തിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ കാശ്മീരും അവസാനം ഇടം കണ്ടെത്തി. പ്രാദേശിക ആഗോള തലങ്ങളിലുള്ള സംഭവവികാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് പൊതുവായ വെല്ലുവിളികൾക്ക് പരസ്പര സ്വീകാര്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കശ്മീർ പ്രശ്നം ചർച്ചയിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ആ മേഖലയിലെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഇരുപക്ഷവും ഉയർത്തിക്കാട്ടിയതായി പറയുന്നു. കശ്മീർ വിഷയത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശവും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശവും എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗങ്ങളായിരിക്കുമെന്നും മറ്റൊരു രാജ്യത്തിനും ഇതേക്കുറിച്ച് അഭിപ്രായം പറയാൻ അധികാരമില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കശ്മീർ വിഷയം ഉയർത്തിക്കാട്ടുകയും ഇറാന്റെ നിലപാടിന് നന്ദി പറയുകയും ചെയ്തു. എന്നിരുന്നാലും ഇറാൻ പ്രസിഡന്റ് റൈസി കശ്മീരിനെ പരാമർശിക്കുന്നതിൽ നിന്ന് അന്ന് വിട്ടുനിന്നു. പകരം അടിച്ചമർത്തലിനെതിരെ പ്രത്യേകിച്ച് പലസ്തീനിൽ പോരാടുന്നവർക്ക് ഇറാന്റെ പിന്തുണയെക്കുറിച്ച് ഇബ്രാഹിം റൈസി സംസാരിച്ചു. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുള്ള പാകിസ്ഥാൻ നേതാവിന്റെ ആഗ്രഹം അദ്ദേഹം നിരാകരിച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കുകയും ഏതായാലും ഇറാന്റെ പ്രസ്താവന ഇന്ത്യ ശക്തമായി തള്ളിക്കളയും. ഈ വിഷയത്തിൽ വേണ്ടിവന്നാൽ ഇന്ത്യ ഇറാനെ ഇനിയും എതിർക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.